നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് ആക്രമണം ഇപ്പോൾ വലിയ തോതിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷമെന്ന രീതിയിൽ തുടങ്ങി ഇപ്പോൾ ഇസ്രായേലും ഇറാനും അടക്കമുള്ള ഹിസ്ബുള്ള ടീം അടക്കമുള്ള നിരവധി ആളുകളുമായി യുദ്ധം അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു പല രാജ്യങ്ങളും രംഗത്തിറങ്ങിയതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. എല്ലാ തീവ്രവാദ ശക്തികളും അയൽ രാജ്യങ്ങളും ഒരുമിച്ച് ഇസ്രായേലിനെ നോട്ടമിട്ടിരിക്കുന്നു. ഇങ്ങനെ ആക്രമണം കടുപ്പിക്കുന്നതോടെ ഇസ്രായേലിൻ്റെ സുരക്ഷ അവതാളത്തിലാണ്, അത് വലിയ അപകടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള നിരീക്ഷണത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഒരു കാരണവശാലും അങ്ങനെ ഇസ്രായേലിനെ വിട്ടുകൊടുക്കാനായി കഴിയുകയുമില്ല. പ്രധാന ശക്തി എന്ന രീതിയിൽ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കേണ്ടത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ഹമാസിനെതിരെയും ഇറാനെതിരെയും ഹിസ്ബുള്ള ഹൂതി വിമതർക്കെതിരെയും ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് $9,500 കോടി ധനസഹായമാണ് അമേരിക്ക നൽകുന്നത്. $9,500 കോടി സഹായം നൽകുന്ന ബില്ലിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഗാസയിൽ ഇസ്രായേലിന് $1,500 കോടി ആയുധ സഹായം കൂടി നൽകാൻ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പലസ്തീനുമായിട്ടുള്ള ആക്രമണത്തിനെതിരാണെങ്കിൽ പോലും ഇറാനും ഹിസ്ബുള്ളയും അടക്കമുള്ള ഗ്രൂപ്പുകളെ അമേരിക്കയും ശത്രുക്കളായി തന്നെയാണ് നോക്കിക്കാണുന്നത്. അവരെ ഉന്മൂലനം ചെയ്യേണ്ടത് അമേരിക്കയുടെയും സ്വകാര്യ ആവശ്യമാണ്. അതിൽ മുന്നോട്ട് നിൽക്കുന്ന ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുക എന്നതാണ് ഒരു ഭാഗത്ത് അമേരിക്കയുടെ നിലപാട്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാണെന്ന് ജോ ബൈഡൻ തന്നെ തുറന്നു പറഞ്ഞത്. ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന തീവ്രവാദികൾക്കുമെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് എന്താവശ്യമുണ്ടെങ്കിലും അത് തങ്ങൾ ഉറപ്പുവരുത്തുമെന്നാണ് ജോ ബൈഡൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അതുകൊണ്ട് തന്നെ അമേരിക്ക ബാധ്യസ്ഥരായെന്നും ബൈഡൻ തന്നെ ചൂണ്ടിക്കാട്ടി. ഇനി വാശിയേറിയ യുദ്ധമുറകൾ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും. വലിയ തോതിൽ അടിയും തിരിച്ചടിയും ഒക്കെയായി അസ്വസ്ഥത നിറഞ്ഞതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇതിനൊരു ശമനമുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ലോകജനത പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.